ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭരണ തുടർച്ചയുടെ ഫലമായി ഏറ്റവും വലിയ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവരാവകാശ നിയമം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയെന്ന് ജസ്റ്റിസ് ആർ ബസന്ത്. അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ശമ്പളവും അലവൻസുകളും വർദ്ധിപ്പിക്കണമെന്ന് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് നവജനശക്തി മാനവസേന. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഭരണ തുടർച്ചയുടെ ഫലമായി ഏറ്റവും വലിയ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. PV സ്വാമി അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും അവാർഡ് സമർപ്പണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ വെളിച്ചം നൽകിയ രണ്ട് വ്യക്തിത്വങ്ങളാണ് KTC സ്ഥാപകൻ PV സ്വാമിയും ഈ വർഷത്തെ PV സ്വാമി അവാർഡ് നേടിയ K മാധവനുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. PV സ്വാമിയെ പോലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള നിക്ഷേപകരും K മാധവനെ പോലെ ആഗോള പരിചയമുള്ള വ്യക്തികളും കേരളത്തിന്റെ വികസനത്തിന് ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും ഉജ്ജ്വലമായ അധ്യായമായിരുന്ന PV സ്വാമി പുതുതലമുറയ്ക്ക് പാഠപുസ്തകമാണ്. താൻ നേടുന്ന സമ്പത്തിന്റെ ഒരു ഭാഗം സാമൂഹിക വികസനത്തിന് നൽകാനുള്ള വലിയ മനസ്സ് PV സ്വാമിക്കുണ്ടായിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. KTC ഗ്രൂപ്പ് ഉയർത്തിപ്പിടിച്ച കാര്യക്ഷമതയും ഉപഭോക്തൃ സംതൃപ്തിയും സമയനിഷ്ഠയും പുതിയ സംരംഭകർക്ക് മാതൃകയാക്കാവുന്നതാണ്. PV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PV സ്വാമി അവാർഡ് ഡിസ്നി ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഉപദേശകൻ K മാധവന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു. അവാർഡ് ജേതാവിനെ പൊന്നാട അണിയിക്കാൻ ശ്രീ MK രാഘവൻ MPയെ ആദരപൂർവ്വം ക്ഷണിക്കുകയും ശ്രീ ജോൺ പ്രകാശ് MPയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പൂച്ചെണ്ടുകൾ മേയർ ബീന ഫിലിപ്പ്, MK രാഘവൻ MP, ET മുഹമ്മദ് ബഷീർ MP, ജോൺ ബ്രിട്ടാസ് MP, തോട്ടത്തിൽ രവീന്ദ്രൻ MLA, EK വിജയൻ MLA, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, K മുരളീധരൻ, K മാധവൻ, ഗോകുലം ഗോപാലൻ, മിനി രാജേഷ്, PV നിതീഷ്, ഡോക്ടർ ജയ്കിഷ് ജയരാജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിവരാവകാശ നിയമം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയെന്ന് ജസ്റ്റിസ് ആർ ബസന്ത്. വിവരാവകാശ നിയമത്തിന്റെ 25ാം വാർഷികത്തിന്റെ ഭാഗമായി നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവരാവകാശ നിയമം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയെന്നും അഴിമതികൾ പുറത്തുകൊണ്ടുവരാൻ ഏറെ സഹായകമായെന്നും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും കേരള ഹൈക്കോടതി മുൻ ജഡ്ജുമായ ജസ്റ്റിസ് ആർ ബസന്ത്. വിവരാവകാശ നിയമം നടപ്പാക്കിയതിന്റെ 20ാം വാർഷികത്തിന്റെ ഭാഗമായി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ തലമുറ അടുത്ത തലമുറയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് വിവരാവകാശ നിയമം. അതിനെ കൂടുതൽ കരുത്തോടെ ഉപയോഗപ്പെടുത്തണം. വിവരാവകാശ നിയമം രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിലും രാഷ്ട്രീയത്തിലും വളരെ ആഴത്തിലുള്ള പ്രതിഫലനമാണ് ഉണ്ടാക്കിയത്. ഭരണ സുതാര്യതയ്ക്കും അഴിമതി കുറയ്ക്കാനും നിയമം കാരണമായതായും ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യാതെ ഗൗരവതരമായി ഉപയോഗപ്പെടുത്താൻ പൗരന്മാർ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
during the last 75 years, what has this generation done? At least you have to accept that democracy is still surviving. Democracy is still surviving today. Have a map of the world before you. Look at all the other countries that have started experimenting with democracy as we did. Many have floundered, many have failed, many the autocratic rules have returned. But the people of India, my generation was able to keep the fire of democracy burning. മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ അധ്യക്ഷനായി. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരായ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ, ഡോക്ടർ എം ശ്രീകുമാർ എന്നിവർ ക്ലാസ് എടുത്തു. വിവരാവകാശ കമ്മീഷണർമാരായ ഡോക്ടർ കെ എം ദിലീപ് സ്വാഗതവും ഡോക്ടർ സോണിച്ചൻ പി ജോസഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ശമ്പളവും അലവൻസുകളും വർദ്ധിപ്പിക്കണമെന്ന് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ. ഇത് ഡോക്ടർമാരുടെ ക്ഷാമത്തിനും രോഗി പരിചരണത്തിനും വിദ്യാർത്ഥികളുടെ പഠനത്തിനും കോഴ്സുകളുടെ അംഗീകാരത്തിനും തടസ്സമുണ്ടാക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. അത് ചെറിയ ഒരു കാലയളവിലെ അല്ല, 4 വർഷം 9 മാസത്തെ അരിയറാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ളത്. 10 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പേ റിവിഷന്റെ ആണത്. അതോടൊപ്പം തന്നെ എൻട്രി കേഡറിൽ പുതിയ അസിസ്റ്റന്റ് പ്രൊഫസർമാർ വരുമ്പോൾ അവർക്ക് അനാകർഷകമായ ഒരു ശമ്പള പാറ്റേൺ ആണ് ഇപ്പോൾ ഉള്ളത്. അത് മാത്രമല്ല, ഒരു പേ റിവിഷൻ നടക്കുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ആണ് കിട്ടേണ്ടത്. പക്ഷെ ഇവർക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2016 ജനുവരി 1 മുന്നേ ജോയിൻ ചെയ്ത ആൾക്കാർക്കും അതിനുശേഷം ജോയിൻ ചെയ്ത ആൾക്കാരും തമ്മിൽ ശമ്പളത്തിൽ വളരെയധികം വ്യത്യാസം ഉണ്ടായി. അതായത് പേ ഡ്രോപ്പ് ആണ് ഉണ്ടായത്. അത് നല്ലൊരു എമൗണ്ട് തന്നെ ഓരോ മാസവും പേ ഡ്രോപ്പ് അതിൽ വന്നു. അതിന്റെ അനന്തരഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ PSC വിളിക്കുമ്പോൾ ലിസ്റ്റിൽ തന്നെ ആൾക്കാർ കുറവാണ്. വരുന്നവര് കുറച്ചു ദിവസം നിന്നിട്ട് അവര് ഇട്ടിട്ട് പോകുന്നു. നമുക്ക് പല സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റികളിലൊക്കെ ആൾക്കാരില്ലാത്ത അവസ്ഥയാണ്. കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ 58ാം സംസ്ഥാന സമ്മേളനവും ജനറൽ ബോഡി യോഗവും ഒക്ടോബർ 25-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് നടക്കും. കോഴിക്കോട് MP MK രാഘവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നോർത്ത് MLA തോട്ടത്തിൽ രവീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും സഹോദര സംഘടനകളായ KGMOA, KGIMOA, IMA എന്നിവയുടെ ഭാരവാഹികളും സമ്മേളന പരിപാടികളിൽ പങ്കെടുക്കും. ഈ വർഷത്തെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് നടക്കുന്നത്. അത് ശനിയാഴ്ച 25-ാം തീയതിയാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന അധ്യക്ഷ ഡോക്ടർ റോസ്നാര ബീഗം T, ജനറൽ സെക്രട്ടറി ഡോക്ടർ അരവിന്ദ് CS എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് നവജനശക്തി മാനവസേന. ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സംഗമം നവജനശക്തി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കരനെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ നടത്തിപ്പ് അവകാശം ഹൈന്ദവ സമൂഹത്തിന് നൽകണമെന്നും നവജനശക്തി മാനവസേന കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 21 ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്ര പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമം നവജനശക്തി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കരനെല്ലൂർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് കുറെ കാലങ്ങളായി ഹൈന്ദവ ക്ഷേത്രത്തിനുള്ളിലെ പൊതുമുതൽ കട്ടുകൊണ്ടുപോകുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടിയിട്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. വടകര വിജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ബാബു പാലത്ത്, ഭക്തവത്സലൻ, ബാലഗോപാലക്കുറുപ്പ്, ലൂക്കോ ജോസഫ്, മേഘനാഥൻ മലാപ്പറമ്പ്, സജ്ജദ്ദീൻ മാങ്കാവ്, ദേവരാജൻ കാടാമ്പുഴ, അബ്ദുൾ അസീസ്, ഇർഷാദ് മീൻചന്ത, ജയപ്രകാശ്, പത്മാവതി കുറ്റിക്കാട്ടൂർ, ബിന്ദു തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Surprise! Happy birthday! Friends and party time, flavors and party time. Friends and party time, flavors and party time.
ഐസ്ക്രീം, ഫ്രണ്ട്സിന്റെ അത്രയും ഫ്ലേവേഴ്സ്. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. സൗത്ത് ഇന്ത്യ ഇന്നേവരെ കാണാത്ത എപ്പിക് എക്സ്പീരിയൻസ് ഇനി ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും കാണാം. അനുഭവിച്ചറിയാം. മൈജി ഫ്യൂച്ചറിന്റെ ഇന്നേ വരെ കാണാത്ത ഏറ്റവും വലിയ എപ്പിക് ഷോറൂം മൈജിയുടെ സ്വന്തം നാടായ കോഴിക്കോട് തൊണ്ടയാട് വരുന്നു. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സഹോദയ സ്കൂൾ കോംപ്ലക്സ് സംഘടിപ്പിക്കുന്ന CBSE കോഴിക്കോട് ജില്ലാ മത്സരങ്ങൾക്ക് തുടക്കമായി. 4 ഘട്ടങ്ങളിലായാണ് കലാമേള നടക്കുന്നത്. ജില്ലയിലെ 67 സ്കൂളുകളിൽ നിന്നായി 3900 കുട്ടികളാണ് 150 വിവിധ ഇനങ്ങളിൽ മത്സരിക്കുന്നത്. കോഴിക്കോടിന്റെ മലബാർ സഹോദരിയാണ്. ഞങ്ങൾക്ക് 77 സ്കൂളിൽ 67 സ്കൂളുകളോളം ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. 4 ഘട്ടങ്ങളിലായിട്ടായിരുന്നു കലോത്സവം നടക്കുന്നത്. അവസാനത്തെ ഘട്ടമായ 4ാം ഘട്ടം ചെത്തുകടവിലുള്ള KP ചോയി മെമ്മോറിയൽ ശ്രീനാരായണ വിദ്യാലയത്തിൽ വെച്ചാണ് നടക്കുന്നത്. 2 ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. സ്റ്റേജ് പരിപാടികളാണ് അവിടെ നടക്കുന്നത്. ഡാൻസ്, സ്കിറ്റ് അങ്ങനെയുള്ള സ്റ്റേജ് പരിപാടികളാണ് ഈ 2 ദിവസങ്ങളിലായിട്ട് നടക്കുന്നത്. CBSE കോഴിക്കോട് ജില്ലാ കലോത്സവത്തിലെ 4ാം ഘട്ട സ്റ്റേജ് മത്സരങ്ങൾ ഒക്ടോബർ 25, 26 തീയതികളിൽ ചെത്തുകടവ് KPCM ശ്രീനാരായണ വിദ്യാലയത്തിൽ വെച്ച് നടക്കും. മത്സരങ്ങളുടെ ഉദ്ഘാടനം കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V. അനിൽകുമാറും സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ശ്രീനാരായണ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് പ്രസിഡന്റ് PV ചന്ദ്രനും മത്സരങ്ങളുടെ സമ്മാനദാനം സിനിമാ നടനും സംവിധായകനുമായ വിനീത് കുമാറും നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ മലബാർ സഹോദയ പ്രസിഡന്റ് മോനി യോഹന്നാൻ, സെക്രട്ടറി സിന്ധു BP, ട്രഷറർ TM സഫിയ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KSEB പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റ് തകർക്കുന്നത് സാമ്പത്തിക ക്രമക്കേട് മറയ്ക്കാനെന്ന് KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോഴിക്കോട് വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി. KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം മാസ്റ്റർ ട്രസ്റ്റ് പ്രവർത്തനക്ഷമമാക്കാതെ പുതിയ സമിതിയെ നിയോഗിച്ചിരിക്കുന്നതിന് പിന്നിൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടിൽ നിന്നും ചിലരെ രക്ഷിക്കാനുള്ള ഗൂഢാലോചനയാണെന്ന് KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ പ്രസിഡന്റ് M. മുഹമ്മദ് അലി റാവുത്തർ ആരോപിച്ചു. കോഴിക്കോട് വൈദ്യുതി ഭവൻ അങ്കണത്തിൽ സംഘടിപ്പിച്ച ഉത്തരമേഖലാ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ ഹൈക്കോടതിയിൽ സമർപ്പിച്ച കേസിനെ തുടർന്ന് ചീഫ് സെക്രട്ടറി കൂട്ടായ്മയെയും KSEB ലിമിറ്റഡിനെയും നേരിൽ കേട്ട് 2024 സെപ്റ്റംബർ 6 പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം വകമാറ്റിയ പെൻഷൻ ഫണ്ട് 24% പിഴപ്പലിശയോടെ KSEB തിരിച്ചടയ്ക്കണം. ഇതിന് ഉത്തരവാദികളായവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് KSEBിൽ നിന്നും ഇക്കാലയളവിൽ റിട്ടയർ ചെയ്തവരെ കൊണ്ട് തന്നെ വിദഗ്ധ സമിതി എന്ന പേരിൽ പുതിയ സമിതി രൂപീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസഫ് കളരിമുറിയിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി VP രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഓർഗനൈസിംഗ് സെക്രട്ടറി EP ശ്രീദേവി, വൈസ് പ്രസിഡന്റ് R. സ്വാമിനാഥൻ, K. വിജയൻ, PV ദിനേശ് ചന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി CK മനോജ്, S. പരമേശ്വരൻ, ജില്ലാ പ്രസിഡന്റ് PI അജയൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ RSSന് തീരെഴുതരുതെന്ന് SDPI. PM ശ്രീ പദ്ധതിയിൽ ധാരണാപത്രം ഒപ്പുവെക്കാനുള്ള ഇടത് സർക്കാരിന്റെ നീക്കത്തിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇതാണ് ഇദ്ദേഹത്തിന്റെ മടിയിലുള്ള കനം. മടിയിൽ കനമില്ലാത്തവർക്കാരെയും ഭയപ്പെടാനല്ലേ ഞാൻ അഭിമാനിക്കുന്നു മക്കളെ കുറിച്ച് എന്നൊക്കെ പറയണ്ടല്ലോ.
ഇതാണ് ഇതിന്റെ വിലയാണ് നമ്മൾ ഈ കൊടുക്കേണ്ടി വരുന്നത്. ഇത് നടപ്പിലാക്കാതെ മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്നത് കഴിഞ്ഞ കുറേ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലായി. വിചിത്രമായ ചില വാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയും CPM നേതൃത്വവും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ ഒപ്പിടും ധാരണാപത്രത്തിൽ, പക്ഷേ നിബന്ധനകൾ നടപ്പിലാക്കില്ല. ഫണ്ട് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. കുട്ടികൾക്ക് കഞ്ഞിയും പയറും വാങ്ങേണ്ട കാശാണ്, അത് നമ്മളായിട്ട് എന്തിനു നഷ്ടപ്പെടുത്തുന്നത്? എന്തൊരു ശുദ്ധഗതി ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാ ഈ വ്യവസ്ഥയൊന്നും നടപ്പിലാക്കാതെ, ഈ നിബന്ധനകൾ നടപ്പിലാക്കാതെ ഫണ്ട് കിട്ടുക? ഫണ്ടില് പിടിച്ചു വെച്ചിരിക്കുന്ന കിട്ടുക നടക്കാൻ പോകുന്ന സംഗതിയല്ലല്ലോ. ഒപ്പിടും, പക്ഷെ അജണ്ട നടപ്പിലാക്കില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ചായ. ചായ വിളി തുടങ്ങി. ഉഷ ചായ. ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരളം മുഴുവൻ ആയിരക്കണക്കിന് പേരെ ബാധിച്ച പാതിവില തട്ടിപ്പിൽ ഇരയായവർക്ക് നീതി ലഭ്യമാക്കാൻ സർക്കാർ നടപടികൾ എടുക്കുന്നില്ലെന്ന് ആം ആദ്മി പാർട്ടി. ഇതിനെതിരായി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടികളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ചെറുട്ടി റോഡിലുള്ള ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ഹാളിൽ വെച്ചിട്ട് രാവിലെ 10:30 ഈ പാതിവിലയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പൈസ മടക്കി കിട്ടാത്ത ഇരകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഗമമാണ്. ഏതാണ്ട് 12,400 മുകളിൽ ആളുകൾ കോഴിക്കോട് ജില്ലയിൽ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായി ഇവർ പല രീതിയിലും ഈ ഒരു പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളുമായി ഓടി നടക്കുകയാണ്. വളരെ പാവപ്പെട്ട, അതായത് തയ്യൽ ജോലി ചെയ്തും ആടിനെ വളർത്തിയും പശുവിനെ വളർത്തിയും ഒക്കെ ഉണ്ടാക്കിയ പൈസയാണ് വിവിധ സംഘടനകൾ മുഖേന ഈ ഒരു ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. ആം ആദ്മി പാർട്ടി ആക്ഷൻ കൗൺസിൽ കേരളത്തിലെ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇരയായവർക്കുള്ള നീതി ആവശ്യപ്പെട്ട് ഒക്ടോബർ 25-ന് കോഴിക്കോട്ട് വെച്ച് ഇരയാക്കപ്പെട്ടവരുടെ സംഗമവും മലബാർ ഏരിയ ബഹുജന കൺവെൻഷനും കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിക്കും. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ഹാളിൽ നടക്കുന്ന സംഗമത്തിന് ശേഷം കോഴിക്കോട് ജില്ലാ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ആം ആദ്മി പാർട്ടി കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ അഭിലാഷ് ദാസ്, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഇസിൻ റിഷാദ്, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഷമീർ KM, ഇബ്രാഹിം മാത്തോട്ടം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തത്വ 25 ടെക്നോ മാനേജ്മെന്റ് ഫെസ്റ്റ് ഒക്ടോബർ 24 മുതൽ 26 വരെ NIT കാലിക്കറ്റിൽ നടക്കും. ഒക്ടോബർ 24-ന് NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രസാദ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. ടെക് എക്സ്പോ, വർക്ക്ഷോപ്പുകൾ, സംവാദ സെഷനുകൾ തുടങ്ങിയവ 3 ദിവസങ്ങളിലായി സംഘടിപ്പിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്നോ മാനേജ്മെന്റ് ഫെസ്റ്റ് ആണ് തത്വ. ഈ വർഷത്തെ എഡിഷൻ 25-ാം പതിപ്പാണ്. 24 ഒക്ടോബർ മുതൽ 26 വരെ, അതായത് നാളെ മുതൽ 3 ദിവസമാണ് ഈ പരിപാടി നടക്കുന്നത്. നാളെ രാവിലെ 9:30-ക്ക് NITയിലെ ഭാസ്കര ഹാളിൽ വെച്ചിട്ടാണ് ഇതിന്റെ ഉദ്ഘാടനം.
ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ DRDO ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിലെ ഡയറക്ടറായ ശ്രീമതി ഡോക്ടർ രഞ്ജന N, ISRO തിരുവനന്തപുരത്ത് നിന്നുള്ള ശാസ്ത്രജ്ഞനായ ഡോക്ടർ റെജി ജോസഫ്, കൂടാതെ ശ്രീ ശങ്കർ ബോറ, സാബക ഡയറക്ടർ മിന്ദ്ര ആൻഡ് ഗോ CHK ബാംഗ്ലൂർ എന്നിവർ വിശിഷ്ടാതിഥികളായി നാളത്തെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് എക്സ്പോഷർ കൊടുക്കുന്ന ഒരു ടെക്നോ മാനേജ്മെന്റ് ഫെസ്റ്റ് ആയ തത്വ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. PVG മെമ്മോറിയൽ ടീച്ചർ എക്സലൻസ് അവാർഡ് മലയാള സർവകലാശാല സാഹിത്യരചന സ്കൂൾ അധ്യാപകനായ ഡോക്ടർ അശോക് ഡിക്രൂസിനും പ്രോമിസിംഗ് ടീച്ചർ അവാർഡ് മമ്പാട് MES കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ P സൂഫിക്കും നൽകും. ഒക്ടോബർ 27-ന് SNES ക്യാമ്പസിൽ വെച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അവാർഡുകൾ സമർപ്പിക്കും. PVG മെമ്മോറിയൽ ടീച്ചർ എക്സലൻസ് അവാർഡ് അന്തരിച്ച പ്രമുഖ വ്യവസായിയും സിനിമാ നിർമ്മാതാവും എഡ്യൂക്കേഷനിസ്റ്റും സാമൂഹിക പ്രവർത്തകനും കേരളത്തിന്റെ പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ നിറസാന്നിധ്യവുമായിരുന്ന PV ഗംഗാധരൻ PVGയുടെ പേരിൽ കോഴിക്കോട്ടെ പ്രമുഖ MBA സ്ഥാപനമായ SNES സിംസാർ സർവകലാശാല കോളേജ് അധ്യാപകർക്കായി ഏർപ്പെടുത്തിയ ടീച്ചർ എക്സലൻസ് അവാർഡ് 2025 ഒക്ടോബർ 27-ന് ക്യാമ്പസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. 50-ൽ പരം അപേക്ഷകളിൽ നിന്നും അവാർഡ് നിർണയ കമ്മിറ്റി മികച്ച നൂതന അധ്യാപനം കാഴ്ചവെച്ച 2 അധ്യാപകരെ തിരഞ്ഞെടുക്കുകയും വിജയിയായി തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല സാഹിത്യരചന സ്കൂളിലെ അധ്യാപകനായ ഡോക്ടർ അശോക് ഡിക്രൂസിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. നിലവിൽ മലയാള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗം കൂടിയാണ് ഇദ്ദേഹം. ഡോക്ടർ സൂഫി PA അസിസ്റ്റന്റ് പ്രൊഫസർ MES മമ്പാട് കോളേജ് മലപ്പുറം പ്രോമിസിംഗ് ടീച്ചർ വിഭാഗത്തിലും തിരഞ്ഞെടുത്തു. SNES ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് ജേതാവിന് ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും, പ്രോമിസിംഗ് ടീച്ചർക്ക് പ്രശസ്തി പത്രവും സർട്ടിഫിക്കറ്റുകളും നൽകും. കോഴിക്കോട് IIM പ്രൊഫസർ അരബിന്ദ് സമ്പത്ത് ചടങ്ങിൽ മുഖ്യാതിഥിയായും BNA കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ AM ഷെരീഫ് വിശിഷ്ടാതിഥിയായും പങ്കെടുക്കും. 2023-25 ബാച്ചിന്റെ പാസിംഗ് ഔട്ട് സെറിമണിയും നടക്കുമെന്ന് SNES ജനറൽ സെക്രട്ടറി നന്ദകുമാർ P, IMSAR ഡയറക്ടർ ഡോക്ടർ സജി കുര്യാക്കോസ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭരണ തുടർച്ചയുടെ ഫലമായി ഏറ്റവും വലിയ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവരാവകാശ നിയമം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയെന്ന് ജസ്റ്റിസ് R ബസന്ത്. അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ശമ്പളവും അലവൻസുകളും വർദ്ധിപ്പിക്കണമെന്ന് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് നവജനശക്തി മാനവസേന. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.